ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PSC ഇന്ന് നടത്താനിരുന്ന പരീക്ഷ മാറ്റിവെച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ചോദ്യപേപ്പറിൻ്റെ ഒപ്പം ഉത്തരക്കടലാസും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ PSCയുടെ ഭാഗത്തു നിന്നും വന്ന വലിയൊരു വീഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ന്യൂസാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എല്ലാവരും ഇതിനോടകം തന്നെ ഈ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കുന്നു എന്ന് മാത്രമുള്ളൂ. വളരെ PSCയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ഇത് സർവേ വിഭാഗത്തിൽ വകുപ്പ് തല എക്സാം ആയിരുന്നു. എന്നിരുന്നാൽ തന്നെയും PSCയുടെ ഭാഗത്തു നിന്നും വന്ന വലിയൊരു വീഴ്ച തന്നെയാണ് ഈ ഒരു എക്സാമിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചോദ്യ കടലാസും അതിൻ്റെ കൂടെ തന്നെ ഉത്തരക്കടലാസും ഉണ്ടായി എന്നുള്ളത്. നമുക്ക് വാർത്തകളിലേക്കൊന്ന് നോക്കാം. ചോദ്യത്തിനൊപ്പം ഉത്തരം എന്നതാണ് വാർത്ത. PSC വകുപ്പ് തല പരീക്ഷ റദ്ദാക്കി. ചോദ്യത്തിന്റെ കവറിനൊപ്പം ഉത്തരം കൂടെ നൽകി. സർവേ വകുപ്പിലെ വകുപ്പുതല പരീക്ഷയിലാണ് പിഴവ്. 3 കേന്ദ്രങ്ങളാണ് പരീക്ഷ ഉണ്ടായിരുന്നത്. റദ്ദാക്കി, പരീക്ഷ പിന്നീട് നടത്തും എന്ന് PSC അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ഉമേഷ്, ചോദ്യത്തിന്റെ കവറിനൊപ്പം ഉത്തരവ് നൽകിയെന്ന് പറയുന്നത് ചില്ലറ പിഴവല്ല. വലിയ ഗുരുതരമായ പിഴവാണ് PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സർവേയർ പരീക്ഷയുടെ വകുപ്പുതല പരീക്ഷയാണ് ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് റീജിയണൽ PSC കേന്ദ്രങ്ങളിലായിരുന്നു പരീക്ഷ നിശ്ചയിച്ചിരുന്നത്. രാവിലെ ഉദ്യോഗാർത്ഥികൾ അവിടെ എത്തി പരീക്ഷ എഴുതാൻ എത്തിയ ശേഷം അവിടെ വെച്ചായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കവറുകൾ പൊട്ടിക്കുന്നത്. പൊട്ടിച്ച് ക്വസ്റ്റ്യൻ പുറത്തെടുക്കുമ്പോഴാണ് ആ ക്വസ്റ്റ്യനൊപ്പം ഉത്തരസൂചികൾ കൂടി ഉണ്ട് എന്നുള്ള വിവരം ഈ ഇൻവിജിലേറ്റേഴ്സ് അറിയുന്നത്. അതപ്പോൾ തന്നെ PSCയുമായി ബന്ധപ്പെടുകയും ഇതിൽ എന്ത് വേണം എന്നുള്ള തീരുമാനം പറയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്വാഭാവികമായി ആ പരീക്ഷ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ ഉത്തരക്കടലാസുകൾ പ്രത്യേകം ഒരു കവറിലാക്കിയാണ് പ്രിന്റ് ചെയ്ത് PSCക്ക് കൈമാറുകയും അത് മൂല്യനിർണ്ണയ സമയത്ത് മാത്രമേ പൊട്ടിക്കാനും കഴിയുകയുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ സമാനമായി പ്രിന്റ് ചെയ്ത് അത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ച് ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ വെച്ച് വേണം അത് പൊട്ടിക്കാൻ. ഈ രീതിയിൽ പക്ഷേ ഒരു കവറിനകത്ത് തന്നെ ഈ 2 ഉത്തരക്കടലാസുകളും ചോദ്യക്കടലാസുകളും ഒന്നിച്ചു വന്നതോടുകൂടി ഈ പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യമുണ്ടായി. വിവരണാത്മക പരീക്ഷയാണെന്ന് നിശ്ചയിച്ചിരുന്നത്. എന്തായാലും ഉദ്യോഗാർത്ഥികൾ കുറവായിരുന്നു. കാരണം സർവീസിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ്, അവരുടെ പ്രൊമോഷൻ സാധ്യതകൾക്ക് വേണ്ടിയാണ് ഈ വകുപ്പുതല പരീക്ഷകൾ നടത്തുന്നത്. എന്തായാലും PSCയുടെ ഭാഗത്ത് അതിപ്പോ ഉദ്യോഗാർത്ഥികൾ കുറവാണോ കൂടുതലാണോ എന്നുള്ളതല്ല, വളരെ രഹസ്യാത്മകമായി വളരെ ക്രമപ്പെടുത്തി നടത്തേണ്ടതാണ് PSCയുടെ പരീക്ഷകൾ. പക്ഷേ അതിൽ ഒരു കൃത്യമായ ഒരു വീഴ്ച വന്നിരിക്കുന്നു. കൃത്യമായി ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിച്ചില്ല എന്നുള്ളതാണ് ഇത്തരം ഗുരുതരമായ ഒരു വീഴ്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. എന്തായാലും PSC ഈ റദ്ദാക്കിയ പരീക്ഷ ഉടൻ തന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ വകുപ്പുതല അന്വേഷണം നടത്താനുള്ള ആലോചനയുണ്ട്. അശ്മി, ഓക്കെ, PSCക്ക് ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്. ചോദ്യപേപ്പറിനൊപ്പം ആൻസർ കീ കൂടെ വെച്ച് ആ കവറങ്ങ് അയച്ചു. അതാണ് പറ്റിയത്. പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും PSCയുടെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയൊരു വീഴ്ച തന്നെയാണിത്. കാരണം ചോദ്യപേപ്പറിന്റെ കൂടെ തന്നെ ഉത്തരക്കടലാസ് വരിക എന്നുള്ളത് ഇത്രയും വലിയ ഒരു സ്ഥാപനമായിട്ടുള്ള PSC അവർ നടത്തുന്ന ഒരു എക്സാം, അത് വകുപ്പ് തലമായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാതെ വരുന്ന എക്സാമുകളാണെങ്കിൽ പോലും അത് ഒക്കെ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.